ഈ മൈക്രോസ്കോപ്പ് റിലൈഫിൻ്റെ കേട്ടോ, റിലൈഫിൻ്റെ RELIFER-M3TB1. പിന്നെ പറയാനുള്ളത് ഒരു ഗ്രീനും ബ്ലാക്കും കൂടിയുള്ള കളറാണ്. പിന്നെ അതിൻ്റെ കൂടെ പ്രത്യേകിച്ചിട്ട് നോർമൽ ഗ്ലാസ്സോ ഒന്നും അതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് വരുന്നില്ല. ചിലതിൻ്റെ മുകളിൽ കൂടെ ലെൻസൊക്കെ വരുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് ലെൻസ് എല്ലാം പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിൻ്റെ കൂടെ അതൊന്നും വന്നിട്ടില്ല. പിന്നെ ലൈറ്റ് വരുന്നത് സൺഷൈൻ്റെ ലൈറ്റ് തന്നെയാണ്. ലൈറ്റ് കൺട്രോളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ വരുന്ന ടൈപ്പ് ലൈറ്റിൻ്റെ മുകളിൽ തന്നെ വരുന്നത്. ചിലത് സെപ്പറേറ്റ് അഡാപ്റ്ററായിട്ടൊക്കെ വരുത്തുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ മൈക്രോസ്കോപ്പിൻ്റെ കൂടെ വന്നു തുടങ്ങിയിട്ടുള്ള ലൈറ്റാണ്, ആ ടൈപ്പ് തന്നെ അതിൻ്റെ കൂടെ പോയിരുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. 10x20 ആണ് സൂമിങ് പവർ വരുന്നത്. പിന്നെ അത്യാവശ്യം കനമുണ്ട്, മെറ്റൽ ബോഡി തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത്, വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു ഗ്രീനും ബ്ലാക്കും കൂടിയുള്ള ടൈപ്പ് കളറാണ്. കുറച്ചെല്ലാം കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചു. ഇതിൻ്റെ മുന്നേ ചെയ്തത് റെഡും ഗ്രേയും ആണ്. ഇനി അടുത്ത് ചെയ്യുന്നത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ കൈമേലുള്ളത് ആ ലെൻസാണ്, നമ്മളെ ഹൈൻ്റെ ലെൻസാണ്. രണ്ടെണ്ണം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നതും പിന്നെ അത് രണ്ടും. പിന്നെ ഇത് ആ ലെൻസാണ് കേട്ടോ. അത് ആ റബ്ബറിൻ്റെ ബുഷാണ്. റബ്ബറിൻ്റെ ബുഷ് ആ രണ്ടെണ്ണം തന്നെ ഉള്ളൂ. ചിലത് എക്സ്ട്രാ എടുക്കേണ്ടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മൈക്രോസ്കോപ്പിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ അതില്ല. പിന്നെ ആ ക്യാമറൻ്റെ ലെൻസാണ് മറ്റേത്. ഇത് പിന്നെ മൈക്രോമോക്സിൻ, ഇത് പിന്നെ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ കൺട്രോൾ. മൈക്രോസ്കോപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ വൈറ്റും ബ്ലാക്ക് രണ്ട് സൈഡായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതതിൻ്റെ മെയിൻ സ്റ്റാൻഡാണ്. ആ സൈഡിൽ മൈക്രോസ്കോപ്പ് നിൽക്കുന്ന ആ ഒരു ബോൾട്ടാണ് സിംഗിളായിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ അയച്ചിട്ട് തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ അത് കയറില്ല, സ്ക്രാച്ച് ആയി പോകും, പെട്ടെന്ന് ശ്രദ്ധയിൽ കാണൂല്ല. ഇതാ പിന്നെ ഒറിജിനലാണെന്നുള്ളതിൻ്റെ ബാർകോഡിൻ്റെ ആ ഒരു സീലാണ്. ശരിക്കും സ്ക്രാച്ച് ചെയ്യാൻ പറ്റും ആ ബാർകോഡിൻ്റെ അടിയിൽ. ഒരു IMEI നമ്പർ മാതിരിയൊക്കെ ഒരു സീരിയൽ നമ്പർ ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിനും. ക്യാമറ വെക്കാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ അതിൻ്റെ ആ മുടികൾ വെക്കുന്ന ആ ലെൻസും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ മതി, ചില ആൾക്കാർ ആ ലെൻസ് സെപ്പറേറ്റ് എടുത്ത് സെയിൽ ചെയ്യുന്നവരുണ്ട്, ആവശ്യമില്ലാത്തവർക്ക്. പക്ഷേ ലെൻസ് കൂടി എപ്പോഴും വാങ്ങിയേക്കുന്നതല്ല, പിന്നീട് ആ സാധനം ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. അത് പിന്നെ അതിൻ്റെ LOT ആണ്, അത് അയച്ചതിൻ്റെ ശേഷം മാത്രമേ ലെൻസ് അതിൽ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സ്ക്രാച്ച് ആയിപ്പോൾ. ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നോബ് ഒഴിവാക്കിയാൽ അതിൻ്റെ മുകളിൽ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ലെൻസ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ചെറിയൊരു സ്ക്രൂ ഉണ്ടാവും. അത് ശരിക്കും അത് ലൂസാക്കാതെ അത് ഒരിക്കലും അതിലിടാൻ കയറുമല്ലോ. ഇട്ട് കഴിഞ്ഞാൽ അത്ര പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്ക്രാച്ച് ആയി പോവുകയും ചെയ്യും. ശരിക്കും ഒരു ലൈൻസ് മതി. ഫസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നവരാണ് എന്തായാലും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്.
സ്ക്രൂ ടൈറ്റ് ആക്കി എൻ്റെ അടിഭാഗത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ തിരിക്കാൻ. പിന്നെ അത് ആ റബ്ബറിൻ്റെ ബുഷ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ, ഓരോ ആൾക്കാരെ കണ്ണിൻ്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട്. ഇത് പിന്നെ ലൈറ്റാണ് വരുന്നത്, സൺഷൈൻ്റെ ലൈറ്റാണ് അതിൻ്റെ കൂടെ വരുന്ന ഈ മോഡലാണ്. ഇതന്നെയാണ് സ്റ്റാർട്ടിങ് മുതലേ വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ലൈറ്റ്. പല ബ്രാൻഡിലും ഉണ്ടായിരുന്നതേ ഉള്ളൂ.